കാശ്മീർ ഭീകരവാദിക്ക് കാശ്മീരിൽ പോയി കൈകൊടുത്തതാണ് MA ബേബിയുടെ പഴയ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി. കാശ്മീർ ഭീകരവാദിക്ക് പോയി കൈ കൊടുത്താണ്, വീട്ടിൽ പോയി കൈ കൊടുത്ത ആളാണ്. കാശ്മീർ ഭീകരവാദത്തെ ഇവർ പിന്തുണയ്ക്കുകയാണ്. ഇവരുടെ നിലപാട് എപ്പോഴും ഇരട്ടത്താപ്പാണ്, കാപട്യാണ്. 370 വകുപ്പ് റദ്ദാക്കിയതിനെ സംബന്ധിച്ച് കാശ്മീരിലെ ജനതയ്ക്ക് പോലും ഇപ്പോൾ ഒന്നും പറയാനില്ല. ചേട്ടാ, ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രചരണം നടക്കുന്നു. ഭീകരവാദത്തിന് മതമില്ല, രാജ്യത്തിൻ്റെ പുറത്തുനിന്ന് വന്ന് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഇവർ. നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ജനങ്ങളത് ആ പ്രചരണം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശ്രീ രാമചന്ദ്രൻ്റെ ശവസംസ്കാര ചടങ്ങിലാണ്. രാമചന്ദ്രൻ്റെ മകള് ഇന്നലെ പത്രക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഭീകരവാദികളുടെ ഒരാൾ അദ്ദേഹത്തെ അടുത്ത് വന്നു, ഇവരുടെ അടുത്ത് സമീപിച്ചിട്ട് ശ്രീ രാമചന്ദ്രനോട് കലിമ ചൊല്ലാൻ പറഞ്ഞു എന്നാണ്. എന്തിനാണ് കലിമ ചൊല്ലാൻ പറഞ്ഞത്? അയാൾ മുസ്ലിം ആണോ എന്ന് തിരിച്ചറിയാനാണ്. അപ്പോൾ മുസ്ലിം അല്ലാത്തത് കൊണ്ടാണ് രാമചന്ദ്രൻ വെടിയേറ്റ് മരിച്ചത്. സ്വാഭാവികമായിട്ട് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ അയാളെ വെടിവെച്ച് കൊന്നു. കലിമ ചൊല്ലിയിരുന്നെങ്കിൽ രാമചന്ദ്രൻ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അപ്പം മുസ്ലിമാണോ ഹിന്ദു ആണോ എന്ന് നോക്കിയിട്ട് കൊല്ലുന്നതിനെ നമ്മൾ മതഭീകരവാദം എന്നല്ലേ പറയുന്നത്. ആ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധിയെ തന്നെ പരിഹസിക്കലല്ലേ അത്. അത്തരം പ്രചരണം നടത്തുന്നവർ യഥാർത്ഥത്തിൽ മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് എടുക്കുന്നത്. അവർ മതഭീകരവാദികളുടെ ഒപ്പമാണ്, അവർക്ക് മതഭീകരവാദികളുടെ സഹായമുണ്ട്, മതഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ മതഭീകരവാദത്തെ തള്ളിപ്പറയാതെ, അതിനെ ഒറ്റപ്പെടുത്താതെ 10 വോട്ടിന് വേണ്ടി മതഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന, അതിനെ കാണാതിരിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഒരു വിഭാഗം മാധ്യമങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു നിലപാടാണ് ഇത്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. ഈ ഭീകരവാദത്തെ പിന്തുണക്കുന്ന നിലപാടെന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ, ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷങ്ങൾ നടക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ജിഹാദി മനോഭാവമുള്ള ആളുകളുടെ ഭാഗത്ത് നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട്. തെളിവുകളുണ്ട്, നമ്മുടെ കയ്യിലടക്കം സ്ക്രീൻഷോട്ടുകൾ നിരവധിയുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ആഭ്യന്തര വകുപ്പ്, സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുമുള്ള നടപടിയും ഇവർക്കെതിരെ കൈക്കൊള്ളാത്തതിൻ്റെ കാരണം എന്താണ്? മതഭീകരവാദികളെ വെള്ളപൂശാനും മതഭീകരവാദികളെ സംരക്ഷിക്കാനും വേണ്ടി ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു വിഭാഗം മത തീവ്രവാദികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമാണ്. എന്തിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ചില നേതാക്കന്മാർ പോലും ഈ വിഷയത്തെ വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പരാജയമാണ്, ഇൻ്റലിജൻസ് വീഴ്ചയാണ്, പട്ടാളത്തിൻ്റെ അനാസ്ഥയാണ്, ഈ രീതിയിലേക്കാണ്. ഇവരാരും വാ തുറന്ന് നാവ് പൊന്തിക്കില്ല ഭീകരവാദികളെ ഒറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് അവരാരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ആസൂത്രിതമാണ്. അവരുടെ നിലപാട് രാജ്യവിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ തരത്തിലുള്ളൊരു വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതും. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരള സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഈ മൃദുഭാവത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന വരുന്നത്. സർക്കാർ ഒരു നടപടിയും ഇത്തരക്കാർക്കെതിരെ എടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ തന്നെ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ എനിക്ക് ഗുരുതരമായി ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്തത്? ഈ രാജ്യത്ത് കൊല്ലപ്പെട്ട 28 പേര് കൊല്ലപ്പെട്ട ആളുകളിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മുഖ്യമന്ത്രിമാർ ആ ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു, ഈ പറയുന്ന ആളുകളെ കാണുന്നു ഒക്കെ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഈ രംഗത്ത് വരാത്തത്? അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കാത്തത്? അങ്ങനെ വന്നാൽ ആരെയാണ് പിണറായി വിജയൻ ഭയപ്പെടുന്നത്? വരാതിരിക്കാൻ പാകത്തിന് ആരെയാണ് ഭയപ്പെടുന്നത്? അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമാണ്, മതഭീകരവാദികളുടെ കയ്യടി നേടാൻ വേണ്ടിയാണ്. കേരളത്തിലെ ഹിന്ദു സമൂഹം ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത്? മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ പോലും ജിഹാദി ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. കേരളത്തിലെ ഭീകരവാദികൾക്കെതിരെ പോലും 1% പോലും നടപടിയെടുക്കാനുള്ള മനസ്സ് സംസ്ഥാന സർക്കാരിനില്ല. ഒരു ഭീകരവാദിയെയും നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ചരിത്രവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹം ആരെയാണ് ഇനി വിശ്വസിക്കേണ്ടത്? ഹിന്ദു സമൂഹം സ്വയം സംഘടിക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. സ്വയം ശാക്തീകരിക്കുക ഹിന്ദു സമൂഹം. സ്വയം പ്രതിരോധത്തിൻ്റെ, പ്രതികരണത്തിൻ്റെ ആ അവസ്ഥയിലേക്ക് ഹിന്ദു സമൂഹം ഉയരണം. ഹിന്ദു സമൂഹത്തെ രക്ഷിക്കാൻ മറ്റാരുമുണ്ട് എന്ന് കരുതരുത്. ലോകത്ത് ഹിന്ദുക്കൾ ഏതു വിഭാഗവും അവരുടെ സ്വന്തം ശക്തിയിൽ ഊന്നി നിന്നുകൊണ്ടല്ലാതെ രക്ഷപ്പെട്ട ചരിത്രമില്ല. നമുക്ക് പോലീസിനെ ഇവിടെ ആശ്രയിക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ആശ്രയിക്കാൻ നിവൃത്തിയില്ല. ഹിന്ദു സമൂഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മതമാണ് ഇവിടെ എല്ലാത്തിനും, ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും മതം കലർത്തി ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കുമ്പോൾ
മതത്തിൻ്റെ പേരിൽ ഹിന്ദു സമൂഹം വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഹിന്ദു സമൂഹത്തിന് സ്വയം ശക്തി നേടുക, സ്വയം പ്രതിരോധ സജ്ജരാവുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. നമ്മൾ ഈ ജമ്മു കാശ്മീരിൽ ഈ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തെ സാധാരണ പൗരന്മാർക്കെതിരെ നിറയൊഴിക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ സാഹചര്യത്തോടെ ഇവിടെ നിന്ന് പാകിസ്ഥാനിൽ പോയി, അതിലൊരു കൊച്ചി സ്വദേശിയുമുണ്ട്. ഇതുപോലെ PFIയുടെ ഒക്കെ ഭാഗമായിരുന്നു ആദ്യ സമയങ്ങളിലവർ. അവർ ഈ ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മലയാളി പോലും ഇന്ത്യൻ സൈന്യത്തിന് നേരെ നിറയൊഴിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരെ സൈന്യം വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടുത്തെ സർക്കാരോ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരിക പ്രവർത്തകരാരും തന്നെ ഇതുപോലുള്ള വിഷയങ്ങളൊന്നും പൊതുസമൂഹത്തിനിടയിലേക്ക് പ്രചരിപ്പിക്കാൻ ആരും തയ്യാറല്ല. എന്തുകൊണ്ടായിരിക്കാം അത്? കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഈ സംഘടിത മത ശക്തികൾക്ക് മുന്നിൽ നിശബ്ദരായിരിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, തൃശ്ശൂരിലെ പഴയ MP, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം ഈസ്റ്ററിന് ചില ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് അല്ലെങ്കിൽ ആരാധനാ സമ്പ്രദായം അല്ലെങ്കിൽ ആരാധനകൾ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ചില ആളുകളുടെ ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുനിന്ന് നീക്കം ഉണ്ടായി എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തൃശ്ശൂരിലെ മുൻ MP ഇട്ട പോസ്റ്റിൽ ഹിന്ദുത്വ ഭീകരൻ എന്നാണ് ഉപയോഗിച്ചത് അദ്ദേഹം. ഹിന്ദുത്വ ഭീകരർ ക്രൈസ്തവരുടെ ആരാധന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഈ കാശ്മീർ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്താണ്? അവിടെ അദ്ദേഹം ഒരു മതത്തിൻ്റെ പേരും ഉന്നയിച്ചിട്ടില്ല. അവിടെ ഭീകരവാദികളെന്ന് മാത്രമേ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ് ഇസ്ലാമിക ഭീകരവാദം ഒന്നും പറയാത്തത്? എന്തുകൊണ്ടാണ് മതഭീകരവാദത്തെ എന്നുള്ള ഭാഷ ഉപയോഗിക്കാത്തത്? അപ്പോൾ കേരളത്തിൽ ഈ മതഭീകരവാദികളുടെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത്. മദനിയെ സുഹൃത്തായിട്ട് കാണുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇവിടെയുള്ളത്. മദനി ശരിയും പഴയ മദനിയും പുതിയ മദനിയും എന്ന് വേർതിരിച്ചിട്ട് പുതിയ മദനിയെ സുഹൃത്തായി ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ്. അപ്പോൾ മദനിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയാണ് ഇവരുടെ കൂട്ടുകാർ. പോപ്പുലർ ഫ്രണ്ടും SDPയുമാണ് ഇവരുടെ രാഷ്ട്രീയ പിന്തുണ ആർജിക്കുന്ന ആൾക്കാർ. സ്വാഭാവികമായിട്ടും ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിൽ നമുക്ക് ഇവരിൽ നിന്നും നീതി ഹിന്ദു സമൂഹത്തിന് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും നമുക്കില്ല. CPMൻ്റെ സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 317 റദ്ദാക്കിയതിൻ്റെ പേരിലാണ് ഇത്രയും പ്രകോപനങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങി. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ തീവ്രവാദികളെ വെള്ളപൂശുന്ന നിലപാടുകൾ മാത്രം സ്വീകരിക്കുന്ന ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ ഈ രീതിയിലേക്ക് വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് എന്തുകൊണ്ടാണ്? കാശ്മീർ ഭീകരവാദിക്ക് കാശ്മീരിൽ പോയി കൈകൊടുത്തതാണ് MA ബേബിയുടെ പഴയ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി. കാശ്മീർ ഭീകരവാദിക്ക് പോയി കൈകൊടുത്താണ്, വീട്ടിൽ പോയി കൈകൊടുത്ത ആളാണ്. കാശ്മീർ ഭീകരവാദത്തെ ഒരു പിന്തുണയ്ക്കുകയാണ്. ഇവരുടെ നിലപാട് എപ്പോഴും ഇരട്ടത്താപ്പാണ്, കാപട്യാണ്. 370 വകുപ്പ് റദ്ദാക്കിയതിനെ സംബന്ധിച്ച് കാശ്മീരിലെ ജനതയ്ക്ക് പോലും ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം കാശ്മീരിലെ അന്തരീക്ഷം പാടെ മാറിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ എന്താണ് രാമേന്ദ്രൻ അടക്കമുള്ള 28 പേർക്ക് അവിടെ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത്? അവിടെ ടൂറിസം വളരെ വലിയ തോതിൽ വികസനത്തിൻ്റെതായിട്ടുള്ള പുതിയ വാതായനങ്ങൾ തുറന്നു. ജനങ്ങൾ മുഴുവൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. അവർക്ക് തൊഴിലായി, വരുമാനമായി. ജനങ്ങൾ വലിയ തോതിൽ സമാധാന ജീവിതത്തിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അതിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭീകരവാദികൾ അവിടെ പ്രവർത്തിച്ചത്. ആ ഭീകരവാദത്തെ തള്ളിപ്പറയുന്നതിന് പകരം 307 വകുപ്പിനെ ഇത് വിഷയമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ആസൂത്രിതമാണ്. ഇത് മതഭീകരവാദം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇസ്ലാമിക മത തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടർഭരണം സാധ്യമാക്കിയത് പോലും തീവ്രവാദികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ്. അവർക്ക് ഈ രാജ്യത്തോട് ലവലേശം കടപ്പാടില്ല, ലവലേശം സ്നേഹമില്ല. അവർ തീർച്ചയായും ഈ രാജ്യത്തിനെ തകർക്കാൻ ആസൂത്രിതമായി ശ്രമിക്കുന്ന വൈദേശിക ശക്തികളുടെ കൈക്കോടാലികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം.